ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും പുതിയ സിനിമകളൊക്കെ കണ്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര റീൽസൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്ന സമയമായിരിക്കും ഈ പറയുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും, ഇതിനിടയിൽ എന്തിനാ സാറേ ഞങ്ങൾ ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്? ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ എന്തിനാ സാറേ കാണേണ്ടത്? ഞങ്ങൾ ഈ വെക്കേഷനൊക്കെ ഒന്ന് അടിപൊളിയായി എൻജോയ് ചെയ്തോട്ടെ. ഞങ്ങളുടെ റിസൾട്ട് പോലും വന്നിട്ടില്ല. 10ാം ക്ലാസ് റിസൾട്ട് എന്തായാലും മെയ് ഫസ്റ്റ് വീക്കൊക്കെ അല്ലേ സാറേ വരിക. സോ അത്രയും ടൈം ഞങ്ങളുടെ മുന്നിലില്ലേ, ഞങ്ങൾ എന്തിനാണ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് എന്ന സംശയമായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുക. ആ ഒരു ഡൗട്ടിനുള്ള, ആ ഒരു സംശയത്തിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തിന് ബ്രിഡ്ജ് കോഴ്സ് ഒരു കുട്ടി കാണണം? ബ്രിഡ്ജ് കോഴ്സ് കാണുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ബ്രിഡ്ജ് കോഴ്സ് ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് +1 കിട്ടാൻ പോകുന്ന പണി എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് 3 പോയിന്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് വൺ, ബ്രിഡ്ജ് കോഴ്സ് കാണുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസിക്സ്. ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഏറ്റവും പ്രധാനപ്പെട്ട 3 കോർ സബ്ജക്റ്റുകളാണ്. ഈ 3 കോർ സബ്ജക്റ്റുകളുടെ ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +1 ചുവട് വയ്ക്കുന്ന ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കൺസെപ്റ്റുകളെല്ലാം ബ്രിഡ്ജ് കോഴ്സിൽ ഞങ്ങൾ എന്തായാലും സെറ്റാക്കി തന്നിരിക്കും. ആ ബേസിക്സ് അറിയാതെ ഒരു കുട്ടി +1 കടന്നു കഴിഞ്ഞു വെച്ചാൽ അവന് വലിയൊരു പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. കാരണം പല കാര്യങ്ങളും സ്കൂളിലെ ടീച്ചർമാർ പറയാറുള്ളത്, ഇത് നീ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇത് നീ 9ാം ക്ലാസ്സിലെ ഇത്രാമത്തെ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി വിശദമായി പഠിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞ് പലരും കൈയൊഴിയാറാണ് പതിവ്. സോ ആ പറയുന്ന കൺസെപ്റ്റുകൾ വീണ്ടും ഒരു ടീച്ചർ +1 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാനുള്ള സാധ്യത തീരെ കുറവാണ്. സോ അതിനാൽ തന്നെ ആ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും ബ്രഷപ്പ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സൈലത്തിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്. അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയ ഒരു സിലബസിലോട്ടാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ചാപ്റ്ററുകളുടെ വലിപ്പമാണെങ്കിലും വളരെയധികം വലുതാണ്. കണ്ടന്റുകളാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളല്ല +1 +2 നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ ആ പറയുന്ന പുതിയൊരു സിലബസിനെ നമ്മൾ വളരെ എളുപ്പത്തിൽ പരിചയപ്പെടാൻ പോവുകയാണ് ഈ ബ്രിഡ്ജ് കോഴ്സിലൂടെ. +1 എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത് എന്നത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലരുടെയും ഒരു പേടി മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. കാരണം പലർക്കും +1 +2 കടക്കുമ്പോൾ വളരെയധികം പേടിയാണ്. കാരണം +1 +2 വലിയൊരു പണിയാണോ ഞങ്ങളെ കാത്തിരിപ്പുള്ളത്, എങ്ങനെ ആ സിലബസ് ഞങ്ങൾ ക്രാക്ക് ചെയ്യും, 10ാം ക്ലാസ്സിലെ പോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൂടെ +1 +2 മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ടെൻഷനൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ ആ ഒരു പരീക്ഷാ പേടിയും ആ ഒരു കണ്ടന്റ് പേടിയും ഒക്കെ നിങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. സോ ബ്രിഡ്ജ് കോഴ്സ് എന്തായാലും 10ൽ നിന്ന് +1 പോകുന്ന ഒരു കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കണം. അതിലൊരു മാറ്റവുമില്ല, നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വലിയൊരു പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് മക്കളെ. സോ എന്തായാലും അറ്റൻഡ് ചെയ്യുക, തുടർന്നുള്ള ബ്രിഡ്ജ് കോഴ്സ് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യുക മക്കളെ. അപ്പോൾ ബ്രിഡ്ജ് കോഴ്സിൽ കണ്ടുമുട്ടാം.